കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDF-ൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ, കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു കക്ഷിയുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പം LDF വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അപ്പം UDF വിട്ട് കോൺഗ്രസ് വിട്ടു പോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും CPM-ൽ മനം മടുത്ത് കോൺഗ്രസിലേക്കാരിലും വന്നാൽ അവർ വർഗവഞ്ചകരുമാകുന്നത് എങ്ങനെ? കോൺഗ്രസ് വിട്ടു പോയവർക്കൊക്കെ പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത് അവർക്കൊക്കെ വലിയ പദവികൾ നൽകിയവരാണ് ഇവർ. അങ്ങനെ പോയവർക്ക് പദവികൾ നൽകി ആദരിച്ചവർ അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ട് കോൺഗ്രസ് വന്നാൽ അവരെങ്ങനെ വർഗവഞ്ചകരാകും? അതൊരു ഇരട്ടത്താപ്പല്ലേ മാസ്റ്ററെ? ആ ഇരട്ടത്താപ്പ് കേരളത്തിൽ ചെലവാകുമോ ഗോവിന്ദ മാസ്റ്ററെ? ഞങ്ങളാരെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഇല്ലാതായതിൽ പ്രതിഷേധിച്ചാണ് ഇന്നും വയനാട്ടിൽ ഒരാൾ രാജിവെച്ചു. ഇതുപോലുള്ള ആളുകൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾക്ക് ഇന്ന് CPM-ൽ തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? അപ്പം അതുകൊണ്ട് വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള ബോധം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം. ഇപ്പം വീട് തോറും കയറി ഇറങ്ങി മാപ്പ് പറയുകയാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. CPM-ന്റെ ഗൃഹസന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ്. എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് ജനങ്ങളെ പരമാവധി കഴിഞ്ഞ 10 വർഷം ദ്രോഹിച്ചിട്ട് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ വീടുകൾ കയറി മാപ്പ് പറയുന്ന ഈ ഏർപ്പാട് ജനങ്ങൾ തിരിച്ചറിയും. ഇതുകൊണ്ടൊന്നും ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണം ഇനിയില്ല. അത് ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം, ഈ ഗൃഹസന്ദർശനം എന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.